പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി അസുഖമെല്ലാം ഭേദമായി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലേക്ക് എത്തിയ ദേവയാനിക്ക് അവിടെ നയനയില്ലാത്തത് വലിയ ആശ്വാസമാവുന്നുണ്ട്. വൃത്തികെട്ടവളുടെ മുഖം കാണാത്തത് കൊണ്ട് തന്നെ വളരെ ആശ്വാസമുണ്ട് എന്ന് ദേവയാനി എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണ്. ആദർശ് നയനയെ കാണാനെന്ന് പറഞ്ഞ് നന്ദാവനത്തിലേക്ക് പോകുന്നത് ദേവയാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നുമില്ല. എന്നാലും ദേവയാനി ചെറിയ രീതിയിൽ സമാധാനിക്കുന്നുണ്ട്. അവൻ അവളെ അവിടെ പോയി കണ്ടോട്ടെ, എന്നാലും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുകയാണ്. തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് അവൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത്. താൻ പതിയെ പതിയെ ആദർശിനെ മാറ്റിയെടുക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. എങ്ങനെയെങ്കിലും നയനയെ തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, എന്നിട്ട് അനാമികയെ പോലെ ഒരു കുട്ടിയെ തന്റെ മകന്റെ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. പിന്നീട് ദേവയാനി ആർക്കോ വിളിക്കാൻ നോക്കുന്ന സമയത്താണ് ദേവയാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. അയ്യോ, ഫോണിന്റെ ചാർജ് തീർന്നോ? താൻ കണ്ടില്ലല്ലോ, ഫോണിന്റെ ചാർജർ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് തിരയുകയാണ് ദേവയാനി. റൂമിലൊന്നും ചാർജർ കാണാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ആദർശിന്റെ ചാർജർ എടുക്കാമെന്ന് കരുതി ആദർശിന്റെ റൂമിലേക്ക് പോവുകയാണ് ദേവയാനി. ആദർശാണെങ്കിൽ നയനയെ കാണാനായി നയനയുടെ വീട്ടിലേക്ക് പോയതാണ്. പിന്നെ ആദർശിന്റെ റൂമിൽ കയറി ദേവയാനി ചാർജർ തിരയുന്നുണ്ട്. അങ്ങനെ എത്ര തെരഞ്ഞിട്ട് ദേവയാനിക്കാണെങ്കിൽ ചാർജർ കിട്ടുന്നുമില്ല. അതേസമയം ദേവയാനി റൂമിൽ കാണാത്തത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ദേവയാനിയെ തിരഞ്ഞ് അങ്ങോട്ട് വരികയാണ്. ദേവയാനി, ഞാൻ നിന്നെ ഒരുപാട് തിരഞ്ഞു, നീ ഇവിടെ എന്താണ് തിരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചെയ്യേട്ടാ, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു, എൻ്റെ ചാർജറാണെങ്കിൽ അവിടെയൊന്നും തിരഞ്ഞിട്ട് കാണുന്നുമില്ല, അതുകൊണ്ട് ആദർശ് മോൻ്റെ ചാർജർ എടുക്കാമെന്ന് കരുതി വന്നതാണ്, പക്ഷെ അതാണെങ്കിൽ ഇവിടെ കാണുന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. എൻ്റെ ചാർജർ എവിടെ പോകാനാ, അത് റൂമിൽ തന്നെ കാണുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ചെയ്യേട്ടാ, അത് അവിടെയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ചാർജർ നീ എവിടെയെങ്കിലും വെച്ച് കാണും, തൽക്കാലം ആദർശിന്റെ ചാർജർ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ചാർജർ അവർ രണ്ടുപേരും കൂടി തിരയുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ ജയന് വരികയും ജയൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ജയൻ പുറത്തു നിന്ന് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ദേവയാനി അവിടെ ആകെ തിരയുകയാണ്. ഷെൽഫ് തുറന്ന് എല്ലായിടത്തും നോക്കുന്നുണ്ട്. അതിനിടയിൽ നയനിയുടെ ഡ്രസ്സുകൾ കാണുമ്പോൾ ദേഷ്യത്തോടെ ദേവയാനി പുറത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ തിരിയുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവിടെ ഒരു ഡയറി ഇരിക്കുന്നത് ദേവയാനി കാണുന്നുണ്ട്. ഇതെന്താ ഡയറിയോ, ആദർശിന് ഡയറി എഴുതുന്ന ശീലമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവയാനി ആ ഡയറി മറിച്ച് നോക്കുകയാണ്. ഇത് നയനിയുടെ ഡയറിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ ആ ഡയറി മറിച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ഇവൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? ആയാലും അവൾ ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കണം. അനുവാദമില്ലാതെ ഡയറി വായിക്കുന്നത് ശരിയല്ല. ഞാൻ ആ നശിച്ചവൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിഞ്ഞേ പറ്റൂ. ഈ ഡയറി എൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതിനകത്ത് എന്താണ് എന്നറിയാതെ ഒരു സമാധാനവുമില്ല. ഇത് വായിച്ചു തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവയാനി തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയ ദേവയാനി ആ ഡയറി കയ്യിലെടുത്ത് ബെഡിലിരുന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഡയറി മറിച്ച് നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തതും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ പുച്ഛമാണ് വരുന്നത്. പിന്നെ അങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്താണ് വിവാഹ തീയതിയെല്ലാം എഴുതി നയനെ എഴുതിയിരിക്കുന്നത് കാണുന്നത്. ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ വിവാഹം നടന്നത്. ഇന്ന് എൻ്റെ വിവാഹം നടക്കുമെന്നോ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കേണ്ടി വരുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മ ഓരോ കള്ളത്തരങ്ങൾ പഠിച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറുന്നത്. ഇന്ന് ഞാൻ അനന്തപുരിയിൽ അനുഭവിക്കുന്നത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. പിന്നീട് ദേവയാനി അടുത്ത പേജ് മറിക്കുമ്പോൾ ആദർശേട്ടൻ്റെ അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാത്തടത്തോളം കാലം ആദർശേട്ടന് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ അതിലെഴുതിയിരിക്കുന്നത്. അങ്ങനെ ദേവയാനി വീണ്ടും വീണ്ടും വായിക്കണമെന്ന് കരുതി അതിലെ ഓരോ പേജുകൾ മറച്ചു നോക്കുമ്പോഴും നയന തൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അതിലെഴുതിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം വായിക്കുന്ന സമയത്ത് ദേവയാനിക്ക് ചെറിയ രീതിയിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. ഒടുവിൽ ആദർശേട്ടൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കി, എൻ്റെ സ്നേഹം മനസ്സിലാക്കി തുടങ്ങി എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഒടുവിൽ ആദർശേട്ടൻ്റെ അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്ന് മനസ്സിലായി. എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താനാണോ തെറ്റ് ചെയ്തത് നിങ്ങൾ ചിന്തിക്കുകയാണ് ദേവയാനി. അങ്ങനെ പിന്നീട് ഓരോ പേജുകൾ മറിച്ച് നോക്കുന്ന സമയത്ത് നയനിയുടെ സത്യസന്ധത ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. ദേവയാനി ഹോസ്പിറ്റലായത് മുതലുള്ള എല്ലാ സംഭവങ്ങളും ആ ഡയറിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ അവസാനമായി ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തു. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നോ, അമ്മയ്ക്ക് എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് തനിക്ക് ബ്ലഡ് നൽകിയതെന്ന യാഥാർത്ഥ്യം ദേവയാനി മനസ്സിലാക്കുന്നത്. പിന്നീട് ദേവയാനി ആ പേജുകൾ മറച്ചു നോക്കുന്നുണ്ട്. നാളെ എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നറിയില്ല, എൻ്റെ ജീവൻ പോയാലും പ്രശ്നമില്ല, എൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഇങ്ങനെ ഡയറി ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്നും അറിയില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ എനിക്ക് തിരിച്ചു പോകാം.
ഇനി ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അമ്മ ഈ ഡയറി വായിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ വെറുതെ ആശിക്കുകയാണ് എൻ്റെ അമ്മയൊന്ന് എന്നെ മനസ്സിലാക്കിയെങ്കിൽ. ഇതിനെ വായിക്കുന്ന ദേവ്യാനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ദേവ്യാനിയുടെ കണ്ണ് കലങ്ങിയിട്ട് അക്ഷരങ്ങളെല്ലാം മങ്ങുന്നത് പോലെ തോന്നുകയാണ്. എൻ്റെ ദേവ്യാനി സങ്കടത്തോടെ അങ്ങനെ ചിന്തിക്കുകയാണ്, എന്തൊരു ദ്രോഹമാണ് ഞാൻ എൻ്റെ മോളോട് ചെയ്തത്. അവളുടെ മനസ്സാണ് ഈ ഡയറിയിൽ പകുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അവളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ എൻ്റെ മകന് ഭാര്യയായി കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് കണ്ണുകളിൽ നിന്ന് വെള്ളം വരികയാണ് ദേവ്യാനിക്ക്. എന്നിട്ടിപ്പോൾ ഞാൻ എവിടെയാണ്? എനിക്ക് കരൾ പകുത്തു നൽകിയിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയതായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ നിന്ന് പോയത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കില്ല. എന്തായാലും ആദർശ് വരുമ്പോൾ സത്യമെല്ലാം അറിയണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ ആദർശ് നയനെ കണ്ട് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനിയെ കാണാൻ വേണ്ടിയിട്ട് ആദർശ് റൂമിലേക്ക് വരികയാണ്. ഡയറി ആരും കാണണ്ട എന്ന് കരുതി തലയണക്കടിയിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ദേവ്യാനി. ശേഷം ദേവ്യാനി ആദർശിനോട് ചോദിക്കുന്നുണ്ട്, മോനെ, നയനമോൾക്ക് എന്താണ് പറ്റിയത്? അവൾ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്? എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്തായാലും നീ സത്യം പറയണം. എനിക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്തായാലും നയനെ ഒന്ന് കാണണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇപ്പോൾ അവളെ കാണാനൊന്നും പോവണ്ട. അവൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഞാൻ മല ചവിട്ടി വന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പോൾ എന്തായാലും അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നോളാം. തൽക്കാലം അമ്മയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടട്ടെ, എന്നിട്ട് അവളെ കാണാൻ വേണ്ടി പോകാം. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ആദർശേ, ഞാൻ പറഞ്ഞതനുസരിക്ക് നീ. മോനിപ്പോൾ അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ദേവ്യാനിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. അമ്മയ്ക്ക് പെട്ടെന്നൊരു മാറ്റമുള്ളതുപോലെ. അമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞോ? അമ്മയുടെ കണ്ണുകളെല്ലാം കലങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആദർശ്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് എന്തു പറ്റി? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം നീ പറഞ്ഞതനുസരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്യാനി. ഇവിടെ ദേവ്യാനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്. തൽക്കാലം നീ നിന്റെ കാര്യം നോക്ക്. എത്രയും പെട്ടെന്ന് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവ്യാനി ഇങ്ങനെയെല്ലാം പറയുമ്പോഴും സങ്കടം കൊണ്ട് നെഞ്ചു നീറുകയാണ് ദേവ്യാനിക്ക്. അങ്ങനെ സങ്കടത്തോടെ ആദർശ് അവിടെ നിന്ന് പോകുമ്പോൾ ദേവ്യാനി ആണെങ്കിൽ കഥകടച്ച് പൊട്ടിക്കരയുകയാണ്. എൻ്റെ മനസ്സിൽ സങ്കടം തീരുന്നത് വരെ ദേവ്യാനി കരയുന്നുണ്ട്. പിന്നീട് ജയം വിളിക്കുമ്പോഴാണ് ദേവ്യാനി വാതിൽ തുറക്കുന്നത്. എന്ത് പറ്റി ദേവ്യാനി? നീ എന്തിനാണ് വാതിൽ അടച്ചിരിക്കുന്നത്? അല്ല, നീ കരഞ്ഞോ? എന്തു പറ്റി? എനിക്ക് തെറ്റി പറ്റിയോ എന്നൊരു സംശയമുണ്ട് ജയേട്ടാ. എന്ത് തെറ്റ്? നിനക്ക് അങ്ങനെ തോന്നാൻ എന്താണ് കാരണം എന്നൊക്കെ ജയൻ ചോദിക്കുമ്പോൾ നയനെ താൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നൊരു സംശയം. ഇത്രയും കാലം ഞാൻ അവളെ മാറ്റി നിർത്തുകയായിരുന്നു. എൻ്റെ പൊന്നു ദേവ്യാനി, അതുതന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. വിവാഹം കഴിഞ്ഞ സമയത്ത് ആദർശിന് നയനയോട് എന്ത് ദേഷ്യമായിരുന്നു. പക്ഷെ നയനമ്മോളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കിയ ആദർശ് അവളെ സ്നേഹിച്ചു തുടങ്ങി. നീ എന്നാ ദേവ്യാനി അതൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റി ജയേട്ടാ. നയനമ്മോൾ എഴുതിയ ഈ ഡയറിയാണ് എന്നെ കണ്ണ് തുറപ്പിച്ചത്. എന്നിട്ട് ആ ഡയറി ജയൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറയുകയാണ്, ഈ ഡയറികളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ആ സമയം ജയൻ, ദേവ്യാനി ഈ ഡയറി വായിച്ചു നോക്കാതെ തന്നെ ഇതിലെന്താണ് എഴുതിയതെന്ന് എനിക്കറിയാം. എനിക്ക് നയനമോളെ കാണണോ? നീ ഇപ്പോൾ തന്നെ അവളെ കണ്ടിട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം മോളെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കുക. നിന്റെ മോളെ എന്ന വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ ആ സമയം ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ജയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി കരൾ തന്നത് നയനമോളല്ലേ? അതേ ദേവ്യാനി, നിന്റെ ജീവൻ രക്ഷിച്ചത് നയനയാണ്. അവളല്ലാതെ വേറെ ആരാണ് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? അവൾ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. അത്രമാത്രം നന്മയുള്ള കുട്ടിയാണ് നയനമോള്. നിന്നെ അത്രമാത്രം നയനമോൾ സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം ജീവൻ പോയാലും അമ്മയുടെ ജീവൻ രക്ഷിക്കണം എന്നാണ് നയനമോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ സ്വന്തം മരുമകളായി കരുതിയിരുന്ന അനാമിക ഒരു തുള്ളി രക്തം പോലും നിനക്ക് തന്നിട്ടില്ല. ഒരു കാത്തിരിപ്പിനൊടുവിൽ നയനയാണ് സത്യം എന്ന് ദേവ്യാനി മനസ്സിലാക്കുകയാണ്.